നെക്സ്റ്റ് ഏരിയ എക്സാമിന് ചോദിക്കുന്ന 2-3 മാർക്ക് ചോദിക്കുന്ന ഏരിയയാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് സൈഡിൽ എഴുതി വെക്കുക, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം പറയാം, ശ്രദ്ധിച്ചോ. ഈ സാധനം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന സാധനം ശ്രദ്ധിച്ചോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന സാധനം പാർട്ട്നേഴ്സിന് ഇൻകമാണ്. അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് അത് കൂട്ടുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂട്ടുന്നുണ്ട്. 3200-ഉം 2400 ക്യാപിറ്റൽ അക്കൗണ്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇവരെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം, അവരെ ബിസിനസ്, ഇത് പാർട്ണറല്ലേ, ഓരോ പാർട്ണറെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഇത് അവരെ പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന സാധനം എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ എഴുതി. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന്, ഓരോ പാർട്ണർഷിപ്പ് ഫേമിൽ ഓരോ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണെങ്കിൽ അവരെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിട്ട് മാറും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നറെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആയതുകൊണ്ട് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? എക്സ്പെൻസ് ആണ്. അതായത് ഞാനും ഷാഫി സാറുമാണ് എ പ്ലസ് അക്കാദമിൻ്റെ പാർട്ട്നേഴ്സ് എന്ന് വിചാരിച്ചോളൂ. ഏത് എ പ്ലസ് അക്കാദമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഈ എ പ്ലസ് അക്കാദമിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന സാധനം എക്സ്പെൻസ് ആണ്. പക്ഷേ ഞങ്ങളെ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഷാഫി സാറിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഇൻകം ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എഴുതി വെക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. തുറന്നാ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ പറയുന്നത്. ഇൻട്രസ്റ്റ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവുമോ? ബിസിനസ് ഉണ്ടാവും. എഗ്രിമെൻ്റ് വേണം. എഗ്രിമെൻ്റ് നിർബന്ധമാണ് പാർട്ണർഷിപ്പിന്. അങ്ങനെയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല, പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ഷെയർ റേഷ്യോ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതേമാതിരി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പാടില്ല. ക്ലിയർ? ഇനി പുതിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ മാതിരിയായിട്ട് വരിക, പുതിയ സാധനങ്ങളൊക്കെ കേൾക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ എവിടെ പറയണം? പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് അഗ്രീഡ് റേറ്റ്. ഒരു റേറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ ക്രെഡിറ്റ് ചെയ്യണം? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് അറിയോ? എന്താണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം? ദിസ് എ ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ടാണ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദ പീരീഡ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പീരീഡിലേക്കാണ്. for which the capital remain in the business during the financial year. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അതിൻ്റെ ബേസിൽ, അതായത് ഞാൻ 1/1/2011 ഈ ക്യാപിറ്റൽ എന്താ 8% എടുക്കാൻ കാരണം എന്താ അറിയോ? ഈ പാർട്ണർഷിപ്പ് ഫേമിൽ ഈ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഇവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ടായതുകൊണ്ടാണ്. ഒരു പക്ഷേ എന്തായിട്ട് മാറും? അഡീഷണൽ ക്യാപിറ്റൽ വരും. ജൂലൈയിലോ ജൂണിലൊക്കെ ആവും. അപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഇപ്പോൾ ജൂണിലാണ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്തും? ബൈ പുതിയതായിട്ട് ഞാൻ എന്ത് ചെയ്തും? ഇവിടെ ജസ്റ്റ് മനസ്സിലാവാൻ കേട്ടോ. ബൈ ക്യാഷ്. ശ്രദ്ധിക്കുക, ഇത് കൊണ്ടുവന്നത് ജൂണിലാണ്. ബൈ ക്യാഷ് 1/6 കൊണ്ടുവന്നത്. 1/6 1/7 ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും ഒരു 10,000 ഇയാൾ 5,000 കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് അഡീഷണൽ ക്യാപിറ്റൽ ബിസിനസ് കൊണ്ടുവരുന്നതാണ്.
അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ നമ്മൾ 8% ഇതിൻ്റെ മുകളിലാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക = ഇതിന് മുകളിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 10,000 ഇൻറ്റു എത്ര ശതമാനം? 8% ഫുള്ള് ഒരു വർഷത്തേക്ക് 8%. ഒരു വർഷം മൊത്തം ഉണ്ട് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഇല്ല. ഏത് മുതൽ? ജൂലൈ മുതൽ ഡിസംബർ വരെ. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ 6 മാസത്തേക്ക് 6/12. അപ്പോൾ എത്ര കിട്ടും? ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ = 10,000 ഇൻറ്റു 8% ഇൻറ്റു 6/12. 400 രൂപ കിട്ടും. അങ്ങനെ ഇയാളുടെ തന്നെ കണ്ടുപിടിക്കുക 5,000 ഇൻറ്റു 8% ഇൻറ്റു 6/12. എത്ര കിട്ടി? 200 കിട്ടി. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ എത്ര കിട്ടി? ടോട്ടൽ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്ലസ് ഇതല്ലേ, 400 കൂട്ടിയതല്ലേ. അങ്ങനെ ഇവിടുത്തെ എങ്ങനെ വരിക? 2,400 പ്ലസ് 200 അല്ലേ. ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് ബിസിനസ്സിൽ എത്രയാണോ, ബിസിനസ്സിൽ എത്ര മാസമാണോ അല്ലെങ്കിൽ എത്ര വർഷമാണോ ബിസിനസ്സിൽ ക്യാപിറ്റൽ ഉണ്ടാവുക, അതിൻ്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദ പീരിയഡ് വിച്ച് ദ ക്യാപിറ്റൽ റിമെയിൻ ഇൻ ദി ബിസിനസ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മാസമാണ്, എത്ര വർഷമാണ് ക്യാപിറ്റൽ ബിസിനസ്സിലുള്ളത്, അത്ര വർഷത്തേക്കാണ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Interest on capital is allowed the following situation: when the partners contribute unequal amount capital but the share of profit equally, or the capital contribution is same but profit sharing is unequal. ഇത് വേണ്ട, ഇത് നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ = ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു പീരീഡ്. ഇപ്പോൾ നമ്മളവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് എത്ര കിട്ടിയിരുന്നേ? നമുക്കിവിടെ എത്ര കിട്ടി? 3. ഇത് നോക്കണേ, രാജൻ്റെ സാജനും 40,000 വേണം ക്യാപിറ്റൽ. 40,000 ഇൻറ്റു എത്ര ശതമാനം? 8%. ഈ 8% ഇൻറ്റു ആക്ച്വലി ഇവിടെ എന്തുണ്ട് അറിയോ? 12/12 ഉണ്ട്. അത് നമ്മൾ എഴുതാത്തതുകൊണ്ടാണ്. കാരണം ഇത് ഒരു വർഷത്തേക്കല്ലേ, ഒരു വർഷത്തെ മൊത്തം ഉണ്ട്. രണ്ടാമത് ഇപ്പോൾ ചെയ്തില്ല നമ്മൾ, ഇതന്നെ കിട്ടുക 3,600 തന്നെ കിട്ടി, 400 തന്നെ കിട്ടി. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് 10,000. അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. 10,000 ഇൻറ്റു എത്ര ശതമാനം? 8% ഇൻറ്റു എത്ര മാസത്തേക്കാ? എത്ര മാസം? 6/12. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റ് വിത്ത് ഡ്യൂ ടു അലവൻസ് ഫോർ എനി അഡീഷണൽ വിത്ഡ്രോവൽ ക്യാപിറ്റൽ ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് ഇയർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എത്ര ബിസിനസ്സിൽ ക്യാപിറ്റൽ ഉള്ള കാലം വരെയാണ് ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞു. പിന്നെ ഓക്കെ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേറെ കാര്യം, അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്തേക്ക് വരാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇപ്പോൾ പറയുന്നത്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന സാധനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം എക്സ്പെൻസ് അല്ലേ ഫേമിന്. അത് എപ്പോഴും മാത്രമേ ഫേമിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫേമിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഫേമിൽ, അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പ്രോഫിറ്റ് ഇല്ല, ലോസ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. എക്സാമിന് കുറേ പ്രാവശ്യം ചോദിച്ച സാധനമാണിത്. രണ്ടാമത്, നോ ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ടു ദി ഫേം ഈസ് ഇൻകേർഡ് ലോസ്. അതായത് ഇത് നേരെ ഓപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല, നോട്ട് പെയ്ഡ് എന്ത് ഫേമിന് ലോസ് ആണെങ്കിൽ. ഓക്കെ. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾ അറിയണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ഓൺലി ദ ഫേം ഏൺ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടുള്ളൂ. നോ ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ഇൻ ദി ഫേം ഇൻകേർഡ് ലോസ്. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ചെയ്യുന്ന ഓൺലി പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതേമാതിരി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഫോർ ദ പീരിയഡ് വിച്ച് ദ ക്യാപിറ്റൽ റിമെയിൻ ബിസിനസ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മാസമാണോ അല്ലെങ്കിൽ എത്ര വർഷമാണോ ക്യാപിറ്റൽ ഉണ്ടാവുക, അതിൻ്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ = ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു പീരീഡ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ തന്നിട്ട് നമ്മളൊരു ബുക്ക് തന്നിട്ടില്ലേ, ആ ബുക്ക് അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ലോസ് ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്, പാർട്ണറെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എല്ലാവരും ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആദ്യം എടുക്കുക.